മലപ്പുറം തിരൂരങ്ങാടി കാളന്തുരുത്തി ബദൽ വിദ്യാലയത്തിൽ പ്രവേശനോത്സവം മുടങ്ങിയ സംഭവത്തിൽ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിനെതിരെ പ്രതിഷേധവുമായി സ്കൂൾ PTA പൂട്ടരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സ്കൂളിലേക്കാണ് BRC അധ്യാപകനെ അയക്കാത്തതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. 30 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇന്നലെ പ്രവേശനോത്സവം നടന്നിരുന്നില്ല. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത് നിഖിൽ പ്രമേശാണ്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒരു സ്കൂളിൽ പ്രവേശനോത്സവം മുടങ്ങാൻ പാടില്ലായിരുന്നു. അത് എന്താണ് സംഭവിച്ചത്? ഇതിൽ എന്ത് നടപടിയുണ്ടാകും? കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ 4 കിലോമീറ്റർ കഴിഞ്ഞ് വേണം മറ്റൊരു LP സ്കൂളിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈ കാളന്തുരുത്തി മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ കുട്ടികളെ അയക്കുന്നത് ഈ ബദൽ വിദ്യാലയത്തിലേക്കാണ്. ഇവിടെ ഇത് നേരത്തെ പൂട്ടാൻ ഉത്തരവിട്ടതായിരുന്നു. പിന്നീട് PTA ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് പൂട്ടരുത് എന്ന് നിർദ്ദേശം നൽകിയതുമാണ്. തുടർന്ന് BRCയിൽ നിന്നാണ് അധ്യാപകനെ ഈ സ്കൂളിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി നിരന്തരം ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി. ഏതാണ്ട് മാസത്തിൽ ഒരു പകുതിയോളം ദിവസം അധ്യാപകൻ ഉണ്ടാകില്ല, പാചക തൊഴിലാളി മാത്രമേ ഉണ്ടാകൂ. ഏതാണ്ട് ഒരു 15 ദിവസമൊക്കെ അധ്യാപകന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുള്ളൂ എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. എന്നിരിക്കെയും ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, സംസ്ഥാനത്തുടനീളം എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നല്ല പുത്തൻ ഉടുപ്പണിഞ്ഞ് പുതിയ ബാഗും പുസ്തകങ്ങളും ഒക്കെയായി സ്കൂളിലെത്തിയ കുട്ടികൾ ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടുന്ന ദുഃഖകരമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസം തോന്നും. കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. കാരണം ഈ ഗേറ്റിന്റെ താക്കോലും മറ്റും അധ്യാപകരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. BRCയിൽ നിന്ന് ഈ പ്രവേശനോത്സവ ദിവസം സ്കൂളിലേക്ക് അധ്യാപകനെ അയക്കാത്തതാണ് തിരിച്ചടിയായത്. പിന്നീട് ഇത് മാധ്യമ വാർത്തയായതിന് പിന്നാലെയാണ് BRC അധ്യാപകനെ അവിടേക്ക് അയക്കുകയും കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഇക്കാര്യത്തിൽ യൂത്ത് ലീഗിന് തന്നെ, അതായത് നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. യൂത്ത് ലീഗിന് വരെ കാര്യത്തിൽ കനത്ത പ്രതിഷേധമുണ്ട്. കുട്ടികൾ അങ്ങനെ പ്രവേശനോത്സവ ദിവസം തന്നെ പുറത്തു നിൽക്കേണ്ടി വന്ന സാഹചര്യം അതീവ ഗൗരവതരം എന്നാണ് യൂത്ത് ലീഗ് വിലയിരുത്തുന്നത്. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയാണ് മലപ്പുറം. അദ്ദേഹം തിരൂർ സ്വദേശിയാണ്. മലപ്പുറത്താണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. എന്തായാലും യൂത്ത് ലീഗ് അടക്കം ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BRCയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇവിടെ ഈ അധ്യാപകനെ സ്ഥിരമായി നിയമിക്കാത്തത് നിലവിലത്തെ സർക്കാരിന്റെ വീഴ്ചയാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വർഷങ്ങളായി ഇങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം. കഴിഞ്ഞ 3 വർഷമായി നിരന്തരം അധ്യാപകൻ ഇല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. എന്നിരിക്കെ പോലും പുതിയ സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം വെക്കുകയാണ്. നിരവധി കുട്ടികൾ ഇപ്പോഴും അവിടെ 30ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അവിടെ പഠിക്കാൻ കുട്ടികളുണ്ട്, അവിടെ മതിയായ അധ്യാപകരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പഠിക്കാൻ കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ PTAയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതൊരു LP സ്കൂളാക്കി ഉയർത്തുക, ബദൽ സ്കൂൾ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് അതൊരു LP സ്കൂളാക്കി ഉയർത്തണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. മതിയായ സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്. എന്നിരിക്കെ അതൊരു LP സ്കൂളാക്കി മാറ്റുകയാണെങ്കിൽ ഒരുപാടധികം വിദ്യാർത്ഥികൾക്ക് അത് പ്രയോജനം ചെയ്യുന്ന ഒരു വിദ്യാലയമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണ, തീർച്ചയായും നിഖിൽ പ്രമേഷ്, നമ്മളിത് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പഠിക്കാൻ തയ്യാറായി കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഒരേപോലെ ഉൾച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാകേണ്ട കുഞ്ഞുങ്ങളാണ്. അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അവർക്ക് അധ്യാപകരില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വിദ്യാഭ്യാസ മന്ത്രി ഇതിനൊരു പരിഹാരം കണ്ടെത്തും. വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് വിദ്യാഭ്യാസ അവകാശം. എന്തായാലും അത് നടപ്പാകട്ടെ. ഇതിലൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, നമുക്ക് ആ പ്രതികരണം കേൾക്കാം. 117 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് കോടതിയുടെ ഇടപെടൽ മൂലം ആകെ തരുന്ന ഒരാളെ, ആ ആൾക്ക് ഒരു BRC പഞ്ചായത്തിൻ്റെ ചുമതലയും കൂടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ശമ്പളം വാങ്ങാൻ അർഹനാണോ? ഇതാണ് ഞങ്ങൾ രക്ഷിതാവുകൾക്ക് ചോദിക്കാനുള്ളത്. 3 കൊല്ലമായിട്ട് ഈ അവഗണന നടന്നു. ടീച്ചറില്ലാതെ അവഗണന, ഈ കോടതി സ്റ്റേ അന്ന് മുതൽ ഇന്ന് വരെ ടീച്ചറില്ല എന്ന് ഇവിടെ ഇന്നും കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ കുട്ടികൾ കൂലിപ്പണിക്കാരുടെ മക്കളായതുകൊണ്ടാണ്. മാഷ് 3 വർഷമായിട്ട് മാഷില്ലാതായി നിൽക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഉണ്ടായത് വിദ്യാ വളണ്ടർമാരെന്ന് പറഞ്ഞ 2 പേരുണ്ട്. സർക്കാർ അവരെ പിൻവലിച്ചപ്പോൾ 812 കുട്ടികൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സർക്കാർ കൊടുത്തില്ല. 812 കുട്ടികളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.